1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത്. 1857 വിപ്ലവത്തിനെ ചെകുത്താൻ്റെ കാറ്റ്, ഡെവിൾസ് വിൻഡ് എന്ന് വിശേഷിപ്പിച്ചത് പാമേഴ്സ്റ്റൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന പാമേഴ്സ്റ്റൺ. മേജർ ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ മംഗൽ പാണ്ഡെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടത് ജോൺ ഹെയ്സി. മംഗൽ പാണ്ഡെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8. 1857 ഏപ്രിൽ 8. മംഗൽ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി. മംഗൽ പാണ്ഡെയുടെ ജീവിതത്തെ പ്രമേയമാക്കി ഇറങ്ങിയ സിനിമയുടെ പേര് മംഗൽ പാണ്ഡെ ദി റൈസിംഗ്. മംഗൽ പാണ്ഡെ ദി റൈസിംഗ് സംവിധാനം ചെയ്തത് കേതൽ മേത്ത. മംഗൽ പാണ്ഡെയുടെ കഥാപാത്രം അവതരിപ്പിച്ചത് അമീർ ഖാൻ. മംഗൽ പാണ്ഡെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി 1984. ആ സ്റ്റാമ്പിൻ്റെ മൂല്യം 50 പൈസയായിരുന്നു. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് മംഗൽ പാണ്ഡെ ആദരിച്ചുകൊണ്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. 1984 ആ സ്റ്റാമ്പിൻ്റെ മൂല്യം 50 പൈസയാണ്. ബ്രിട്ടീഷുകാർ ഡൽഹി പിടിച്ചെടുത്തതിന് ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊലപ്പെടുത്തിയതിന് സാക്ഷിയായ ഉറുദു കവി മിർസ ഗാലിബ്. ബഹദൂർ ഷാ സഫർ രണ്ടാമൻ്റെ ശവകുടീരം റങ്കൂണിലാണ്. ബഹദൂർ ഷാ സഫർ രണ്ടാമൻ്റെ ശവകുടീരം റങ്കൂണിലാണ്. ബഹദൂർ ഷാ സഫർ രണ്ടാമൻ്റെ ശവകുടീരം റങ്കൂണിലാണ്. ഡോക്ടർ ഓഫ് ലാബ്സ് എന്ന നിയമപ്രകാരമാണ് ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്തത്. പട്ടാളക്കാർക്കിടയിലെ വൈറ്റ് മ്യൂട്ടണി എന്നറിയപ്പെടുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ യൂറോപ്യൻ സൈനികർ നടത്തിയ കലാപമാണ്. ഝാൻസി നഗരം ഇപ്പോൾ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ് ഝാൻസി നഗരം സ്ഥിതി ചെയ്യുന്നത്. അതും യമുനാ നദിയുടെ തീരത്തുള്ള ഒരു പ്രധാന നഗരമാണത്. യമുനാ നദിയുടെ തീരത്തുള്ളൊരു നഗരമാണ് ഝാൻസി. റാണി ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയാറിൽ, മധ്യപ്രദേശ് സംസ്ഥാനത്താണ്. റാണി ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയാറിൽ, മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണത്. ഝാൻസി റാണിയുമായി നേരിട്ട് ഏറ്റുമുട്ടിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഹ്യൂഗ് റോസ്. ഝാൻസി റാണിയുമായി നേരിട്ട് ഏറ്റുമുട്ടിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഹ്യൂഗ് റോസ്. ഝാൻസി റാണിയുടെ മറ്റു പേരുകൾ മനുഫായ്, മണികർണിക, ചബേലി, ലക്ഷ്മിബായി. ഏതൊക്കെയാണ്? മനുഫായ്, മണികർണിക, ചബേലി, ലക്ഷ്മിബായി. റാണി ലക്ഷ്മിബായിയുടെ കുതിരകളുടെ പേരുകൾ സാരംഗി, പവൻ, ബാദൽ. സാരംഗി, പവൻ, ബാദൽ ഇതൊക്കെ റാണി ലക്ഷ്മിബായിയുടെ കുതിരകളുടെ പേരുകളാണ്. 1857 അതായത് 1857 കലാപ സമയത്ത് റാണി ലക്ഷ്മിബായി സഞ്ചരിച്ചിരുന്ന കുതിരയുടെ പേര് ബാദൽ. 1857 കലാപ സമയത്ത് റാണി ലക്ഷ്മിബായി സഞ്ചരിച്ചിരുന്ന കുതിരയുടെ പേര് ബാദൽ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെട്ടിരുന്നത് റാണി ഓഫ് ഝാൻസി റെജിമെൻറ്റ്. റാണി ഓഫ് ഝാൻസി റെജിമെൻറ്റ്. റാണി ഓഫ് ഝാൻസി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിൽ. റാണി ഓഫ് ഝാൻസി മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഝാൻസി നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഝാൻസി റാണി മരണമടഞ്ഞത് 1858 ജൂൺ 18 ഗ്വാളിയാറിൽ വെച്ച്. 1858 ജൂൺ 18 ഗ്വാളിയാറിൽ വെച്ച് നടന്ന യുദ്ധത്തിലാണ് ഝാൻസി റാണി മരണമടഞ്ഞത്. ഝാൻസി റാണിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ മണികർണിക ദി ക്യൂൺ ഓഫ് ഝാൻസി. മണികർണിക ദി ക്യൂൺ ഓഫ് ഝാൻസി. ഈ ചിത്രത്തിൽ ഝാൻസി റാണിയായി അഭിനയിച്ചത് കങ്കണ റണാവത്ത്. സംവിധാനം ചെയ്തത് ക്രിഷ് കങ്കണ റണാവത്ത്.
റാണി ലക്ഷ്മിബായിയുടെ ജീവിതത്തെ ആധാരമാക്കി റാണി എന്ന ഇംഗ്ലീഷ് നോവൽ എഴുതിയത്? ജയശ്രീ മിശ്ര. ജയശ്രീ മിശ്ര. ഝാൻസി കി റാണി എന്ന ഹിന്ദി കവിത രചിച്ചത്? സുഭദ്രകുമാരി ചൗഹാൻ. ക്യൂൺ ഓഫ് ഝാൻസി എന്ന പുസ്തകം എഴുതിയത്? മഹാശ്വേത ദേവി. ഝാൻസി റാണിയെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഝാൻസി റാണിയെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത്. ഝാൻസി റാണിയെ വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസ്. കലാപകാരികൾക്കിടയിലെ ഒരേയൊരു പുരുഷൻ എന്നു ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസാണ്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാർക്കർ. 1857 കലാപസമയത്ത് ക്രാന്തിവീർ എന്ന ഒരു ഒളിപ്പോര് സംഘടന രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സമരസേനാനി കാലു സിംഗ് മഹാര. 1857 കലാപസമയത്ത് ക്രാന്തിവീർ എന്ന ഒരു ഒളിപ്പോര് സംഘടന രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സമരസേനാനി കാലു സിംഗ് മഹാര. പേഷ്വ ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രൻ നാനാ സാഹിബ്. വിപ്ലവം പരാജയപ്പെട്ടപ്പോൾ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരി നാനാ സാഹിബ്. നാനാ സാഹിബിൻ്റെ സൈന്യമേധാവി താന്തിയ തോപ്പി. 1857 വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടണി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇത് സ്ഥാപിച്ചത് 1863. മ്യൂട്ടണി മെമ്മോറിയലിൻ്റെ ഇപ്പോഴത്തെ പേര് അജിത് ഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതിലത വഡേദാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഖുദിറാം ബോസ്. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വായിക്കാനായി ക്യാനിങ് പ്രഭു വിളിച്ചുകൂട്ടിയ സമ്മേളനം അലഹബാദ് ദർബാർ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. ക്യൂൺ പ്രൊക്ലമേഷൻ എന്നും അറിയപ്പെടുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ആക്ടിനെയാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ആക്ട് തന്നെയാണ് ക്യൂൺ പ്രൊക്ലമേഷൻ എന്നറിയപ്പെടുന്നത്. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നത്. ഇത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് നേരിട്ടാണ് നടപ്പിലാക്കിയത്. ഈ ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് നേരിട്ടാണ് നടപ്പിലാക്കിയത്. 1858 ഓഗസ്റ്റ് 2-നാണ്. 1858 ഓഗസ്റ്റ് 2-നാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുന്നത്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നിയന്ത്രണത്തിലാകുന്നത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ്. ഈ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിസ്കൗണ്ട് പാമർസ്റ്റൺ ആണ് ഈ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. ഈ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം നിർവഹിക്കുന്നതിനായി പുതിയൊരു പദവി സൃഷ്ടിച്ചു. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം നിർവഹിക്കുന്നതിനായി ഒരു പുതിയ പദവി സൃഷ്ടിക്കുന്നു. ആ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ആ പദവി വഹിക്കുന്ന അദ്ദേഹം ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ അംഗമായിരുന്നു.
ഇന്ത്യയുടെ ഭരണകാര്യങ്ങൾ നേരിട്ട് മേൽനോട്ടം വഹിച്ചിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ നേരിട്ട് മേൽനോട്ടം വഹിച്ചിരുന്നു. സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി വഹിച്ച ആദ്യത്തെ ആൾ എഡ്വേർഡ് ഹെൻറി സ്റ്റാലിനാണ്. അപ്പോൾ ഈ സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി വഹിച്ച ആദ്യ ആൾ എഡ്വേർഡ് ഹെൻറി സ്റ്റാലിനാണ്. ഏറ്റവും കൂടുതൽ കാലം ഈ പദവി വഹിച്ചിരുന്നത് ലോർഡ് ജോർജ് ഹാമിൽട്ടനാണ്. ലോർഡ് ജോർജ് ഹാമിൽട്ടനാണ് ഏറ്റവും കൂടുതൽ കാലം ഈ പദവി വഹിച്ചിരുന്നത്. ഇന്ത്യയുടെ അവസാനത്തെ സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരായിരുന്നു? വില്യം ഫ്രാൻസിസ് ഹാരെ. വില്യം ഫ്രാൻസിസ് ഹാരെയാണ് അവസാനത്തെ സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി വഹിച്ചിരുന്നത്. സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യയെ ഭരണകാര്യങ്ങൾ സഹായിക്കുന്നതിനായി രൂപീകരിച്ച ഇന്ത്യൻ കൗൺസിലിൽ 15 അംഗങ്ങളുണ്ടായിരുന്നു. സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യയെ ഭരണകാര്യങ്ങൾ സഹായിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഇന്ത്യൻ കൗൺസിലിൽ 15 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കൗൺസിൽ പ്രധാനമായും ഉപദേശക സമിതിയായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രധാനമായും ഉപദേശക സമിതിയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ വിപ്ലവം പുറപ്പെടുപ്പിച്ചത് ഔദിലെ ബീഗം ഹസ്രത്ത് മഹളാണ്. ഔദിലെ ബീഗം ഹസ്രത്ത് മഹളാണ് 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ വിളംബരം പുറപ്പെടുവിച്ചത്. ഈ 1857 റിവോൾട്ടിനെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ഈ വിപ്ലവത്തെ വാണിജ്യ മുതലാളിത്തത്തിനെതിരായ ഫ്യൂഡലിസത്തിൻ്റെ അവസാന നിലപാട് എന്ന് വിശേഷിപ്പിച്ചത് MN റോയ്. ഇപ്പോൾ MN റോയ് എന്തെന്നാണ് വിശേഷിപ്പിച്ചത്? വാണിജ്യ മുതലാളിത്തത്തിനെതിരായ ഫ്യൂഡലിസത്തിൻ്റെ അവസാന നിലപാട് എന്നാണ് ഈ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് ഈ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു ഈ വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ 1857 വിപ്ലവത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. 1857 വിപ്ലവത്തെ കാൾ മാർക്സ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂണൽ എന്ന പത്രത്തിലൂടെയാണ്. ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂണൽ എന്ന പത്രത്തിലൂടെയാണ്. അദ്ദേഹം ഈ പത്രത്തിൻ്റെ ലണ്ടൻ ലേഖകനായിരുന്നു. VD സവർക്കറുടെ ദി വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം യഥാർത്ഥത്തിൽ മറാത്തി ഭാഷയിലാണ് എഴുതിയത്. പിന്നീടാണ് ഇത് ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തത്. അത് ഓർത്തിരിക്കുക. യഥാർത്ഥത്തിൽ മറാത്തി ഭാഷയിലാണ് എഴുതിയത്, പിന്നീട് മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു. 1857 വിപ്ലവത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്തത് കാൾ മാർക്സ് ആണ്. കാൾ മാർക്സ് ആണ് 1857 വിപ്ലവത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്ത വ്യക്തി. ദി ഡെവിൾസ് വിൻഡ് എന്ന ചരിത്ര നോവൽ രചിച്ചത് മനോഹർ മാൽഗോങ് ആണ്. ഇത് നാനാ സാഹിബിൻ്റെ ജീവിതചരിത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. 1857 വിപ്ലവത്തെ പറ്റി, അതായത് 1857 വിപ്ലവത്തെ ആസ്പദമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച നോവൽ അമൃതം തേടി. ഇമ്പോർട്ടൻ്റ് ആണ്. PSC ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 1857 വിപ്ലവത്തെ ആസ്പദമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച നോവൽ അമൃതം തേടി. 1857 വിപ്ലവകാരികളുടെ പ്രധാന പടയണി ഗാനമായി കണക്കാക്കുന്നത് ഹം ഹേ ഇസ്കെ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനമാണ്. രചിച്ചത് അസ്മുള്ള ഖാൻ.